ആരാ? ജോണിയാണോടാ? ഞാനമ്മേ. എന്റെ പാറേ മാതാവേ, ഞാൻ വിചാരിച്ചു നിന്നെ ആ പോലീസുകാര് പിടിച്ചോണ്ട് പോയെന്ന്. നീ എവിടെ ആയിരുന്നടാ ചെറുക്ക? അമ്മ അറിഞ്ഞല്ലേ വിശേഷമൊക്കെ? വലിയ വിശേഷം. എന്നാലും ആ ഉണ്ണിത്താന്റെ കാര്യം കുറെ ഭയങ്കരമായി പോയി. നീ എന്തിനാടാ ചെറുക്ക ഈ ദുർബുദ്ധിക്കൊക്കെ പോണത്? അവര് വലിയ ആൾക്കാരാ, പോയതിനേക്കാൾ വേഗത്തിൽ തിരിച്ചു പോരും. പിന്നെ നമുക്കിവിടെ കടക്കപ്പുറതിയുണ്ടോ? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കുത്താ വറിയതിന്റെ സ്വഭാവം. ഓ പിന്നെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഞൊട്ടും. ജയിലിൽ കിടന്നുകൊണ്ട് ആരെ ഞൊട്ടാനാ? കുറഞ്ഞത് 10 കൊല്ലമെങ്കിലും കഴിയാതെ രണ്ടും പുറത്തു വരാൻ പോകുന്നില്ല. കൊലപാതകമാ കേസ്. എടാ ചെറുക്ക, നിനക്ക് ആ ഇൻസ്പെക്ടർ റഹ്മാനോട് പറയാൻ വയ്യായിരുന്നു പട്ടണത്തിലെങ്ങാണ് ഒരു ചെറിയ ജോലി ശരിയാക്കി തരാൻ? ശരിയാക്കിയിട്ടുണ്ട്. എവിടാ? പോലീസിൽ. പിന്നെ 10ാം ക്ലാസ്സിൽ 3 കൊല്ലം മുട്ടയിട്ട നിനക്ക് ആ പോലീസിൽ പണി. കയറി വട ചേർക്ക കഞ്ഞി കുടിക്കാൻ. നോക്കി ഇരുന്നോണ്ടാ മതി, നിനക്ക് പോലീസിൽ പണി കിട്ടും. വെറുതെ എന്തിനാ ഹോട്ടലിൽ ഒരു ദിവസം കിടന്നേ? അല്ലായിരുന്നെങ്കിൽ ഇന്നലെ ഒന്ന് ചെല്ലായിരുന്നല്ലേ? മധുവിനൂടെ കഴിച്ചിട്ട് പോരാമെന്ന് കരുതി. എന്റെ ഒരു യോഗം. നാട്ടിലിപ്പോ എന്താണ് മേളം? എന്ത് മേളം? ചാനാളുടെ കച്ചവടം കുറെ കുറഞ്ഞു കാണും, അത്ര തന്നെ. കുടുംബം ചേർന്നിരുന്നു. ആശാനിലേടോ എടോ വിൻസെന്റാശാനെ. ഇതാര് പരമു? താൻ ചത്തെന്നാണല്ലോ ഞാൻ ഓർത്തത്. ഞാൻ അങ്ങനെ ചാവൂടോ? ഞാൻ സ്ഥലത്തിന് ഇങ്ങനെ സംഘടിപ്പിച്ച് വന്ന അപ്പൊ ഞാൻ കണ്ടിട്ട് ശരി. മാറി മാറി. എഞ്ചിൻ പണിയുണ്ട്. ഓ പിന്നെ 300 കിലോമീറ്റർ ഓടിയിട്ട് ഒരു ചുക്കും പറ്റിയിട്ടില്ല. കുതിര ഇവൻ കുതിര. ഇതാണെങ്കിൽ എനിക്ക് മുതലാകും. 30,000 രൂപ. അപ്പൊ തനിക്ക് വേണ്ടല്ലേ? ഞാൻ വേറെ ആളെ നോക്കിക്കോ. പിണങ്ങാതെ പരമു, നമ്മളിത് ആദ്യമൊന്നും അല്ലല്ലോ. തല്ലിപ്പൊളിച്ച് വിൽക്കുമ്പോ എന്നും എനിക്ക് നഷ്ടമാണ്. പിന്നെ ഒരു സ്നേഹം കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നതേ ഉള്ളൂ. ഈ ലൊടാക്ക് ഓടോടോ? ഇവൻ പറക്കും. എന്നാ പിന്നെ പറഞ്ഞ തുകയും ഇതും കൂടെ ഞാൻ തരും. നിന്നെ സമ്മതിക്കണം. കൊണ്ടുപോയി തൊലക്ക്. ആ കാണുന്നതാണ് സാഹിബിന്റെ തേയില ഫാക്ടറി. ഇതാണ് സാഹിബിന്റെ ബംഗ്ലാവ്. എങ്ങനെയുണ്ട്? എന്റെ പരദേവതേ. വാ. അവനെ സാഹിബിന്റെ അടുത്ത് മര്യാദക്കൊക്കെ പെരുമാറിക്കണം. അനിഷ്ടം തോന്നിയ തട്ടിക്കളയാനും പഠിക്കാത്തവനാ. പച്ച മലയാളം പോലും നേരെ ചൊവ്വേ പറയാനറിയാത്ത ഞാനിങ്ങനെ അവരുടെ അടുത്ത് ഇംഗ്ലീഷ് പറയുന്നേ? അത് കൊള്ളാം. അങ്ങേര് മലയാളിയാടി. ഡ്യൂപ്ലിക്കേറ്റ് സാഹിബ്. തള്ള മലയാളി, തന്ത സാഹിബ്. പിന്നെ ചില നേരത്ത് സായിപ്പന്മാരുടെ ഒരു ജാതി മറ്റേ സ്വഭാവം കാണിക്കും. നിന്റെ ദേഹത്തൊന്ന് മുട്ടയെ തട്ടുകയൊക്കെ ചെയ്താ നീ കണ്ടില്ലെന്ന് വെച്ചേക്കണം. ഒന്നും പേടിക്കാനില്ല. നീ വാ വാ.
Yes, come in. Yes, come in. I am Paramu. You little bastard, you are still alive? Damn good. നിനക്ക് വാക്ക് പാലിക്കാൻ അറിയാം. സാർ നമസ്കാരം. എന്തിനാ പേടിക്കുന്നേ? മോളുടെ പേരെന്താ? ഫൈമി. That's good. ഫൈമി നിന്റെ ആരാണ്? My wife and your aya. ആ ഇന്ന് മുതൽ my wife and your eye, okay? Okay. ആന്റണി, അന്നേ ഒന്ന് വളവ് സാർ വിളിക്കും. എന്താ? ഇവർക്ക് ആഹാരം കൊടുക്ക്. ശരി സാർ. നിങ്ങൾ ദൂരയാത്ര കഴിഞ്ഞ് വന്നിരിക്കല്ലേ, പോയി കുളിച്ച് എന്തെങ്കിലും കഴിക്കും. പരമോ, നീ ഔട്ട് ഹൗസിൽ താമസിക്കണ്ട, ഇവിടെ തന്നെ താമസിച്ചു. ആയിക്കോട്ടെ. ചെല്ലു മോളെ, പോയി വല്ലതും കഴിക്കേ. പാവം വല്ലാതെ ക്ഷീണിച്ചിരിക്കും. അതെ അതെ. ആ എനിക്കിനി കുളിക്കാനും പറിക്കാനും ഒന്നും വയ്യ. കുളിയൊക്കെ പിന്നെ ആകാം. എനിക്ക് എന്തെങ്കിലും കഴിക്കണമെന്നേ. വേഷന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. ആ എന്നാ ഇരി. ആന്റണി, എന്താടാ ആന്റണി നിനക്കൊരു ക്ഷീണം? ഓ, അണ്ണം പോയ പിന്നെ ഒരു സുഖവും ഇല്ല. നാട്ടിൽ പോയ അണ്ണൻ കല്യാണമൊക്കെ കഴിച്ചല്ലേ? എത്ര ആളാടാ ഇങ്ങനെ ഒറ്റ കഴിയുന്നത്? പിന്നെ എനിക്ക് ഈ റൊട്ടിയും കോപ്പൊന്നും വേണ്ട. ചോറുണ്ടെങ്കിൽ അഞ്ചാറ് എടുത്തുണ്ടോ ചെല്ലേ? ഇപ്പൊ കൂട്ട. മുട്ട വയ്ക്കും മുട്ട. സാഹിബിന് എന്നെ വലിയ ഇഷ്ടായി അല്ലേ? കേട്ടില്ലേ എന്നെ മോളെന്ന് വിളിച്ചത്? ആ അതങ്ങർക്ക് മക്കളില്ലാത്തോണ്ടായിരിക്കും. അയ്യേ, ഇതെന്തോന്ന് കളിയാ പരമോണ്ണ? ഇതോ വലിയ ഭരതനാട്യം. അവളെന്താ ഇങ്ങനെ? ഇതൊരുമാതിരി വലിയ രസം. നീ കാണണം. Stop it, Julie. Get me one more drink. എങ്ങനെയുണ്ട് മോളെ റൂമൊക്കെ? ഇഷ്ടപ്പെട്ടോ? Why can't you have a refreshing bath? You look so tired. എണ്ണയൊക്കെ തേച്ചൊന്നും കുളിക്കാതെ. റൂമിൽ വെള്ളമില്ല സാർ, പൈപ്പ് പൊട്ടിക്കിടക്കുക. I see. That is very bad. നാളെ തന്നെ ശരിയാക്കാം. I am so sorry എന്റെ പൊന്നു മോളെ. മോളൊരു കാര്യം ചെയ്യ്, എന്റെ റൂമിൽ പോയി കുളിച്ചോളൂ. പരമസുഖമാ. ചൂടുവെള്ളത്തിന് ചൂടുവെള്ളം, പച്ചവെള്ളത്തിന് പച്ചവെള്ളം. കുഞ്ഞുമോളെ, നിനക്ക് 2 ദിവസത്തേക്ക് ലീവ് വന്നിരിക്കുന്നു. ഭൈമി മോള് വന്ന സന്തോഷത്തിന്. ചെല്ലും മോളെ. നല്ല തങ്കപ്പെട്ട മനുഷ്യൻ. ഇത്രയും വലിയ മുതലാളി അന്നൊരു ഭാവം കൂടിയില്ല അല്ലേ? അതെ അതെ. സന്ധ്യ മയങ്ങിയാ പിന്നെ തൊഴിലാളി ഏതാ മുതലാളി ഏതാന്നൊരു നോട്ടവേ ഇല്ല. ആ പിന്നൊരു കാര്യം, അയാൾ സ്നേഹ കൂടുതലുകൊണ്ട് വല്ലതും ചെയ്തെന്ന് വെച്ചേ നീ ഒരുമാതിരി മറ്റേ ഷാപ്പിൽ സ്വഭാവം കാണിച്ചേക്കരുത്, മനസ്സിലായി? ആ ചെല്ലു.